നമസ്കാരം. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ വർഷം 2026 കുറേ ജ്യോതിഷപരമായ വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ച് കുറേ വീഡിയോകൾ ഇപ്പോൾ ഷൂട്ട് ചെയ്ത് ഓൾറെഡി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാദ്യമായി കാണുന്നവർക്ക് വേണ്ടിയുള്ളൊരു ഇൻട്രോയാണ്. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇടുന്ന വീഡിയോയിൽ 2026 എന്തെല്ലാം കാര്യങ്ങളാണ് 27 നക്ഷത്ര സമൂഹങ്ങളിലും ജനിച്ച ആളുകൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് പറഞ്ഞു വന്നത്. അതിൽ അശ്വതിയും ഭരണിയും കാർത്തികയും രോഹിണിയും മകയിരവും തിരുവാതിരയും പുണർദവും പൂയവും ആയില്യവും മകവും പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് പൂര നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് 2026 ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ചെറിയ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ട്, പനിയുണ്ട് കേട്ടോ. എല്ലാവർക്കും പനിയാണെന്ന് തോന്നുന്നു, ക്ലൈമറ്റ് ചേഞ്ച്, അപ്പം അത് എന്നെയും ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്നതിൽ ചിലപ്പോൾ കുറച്ച് ഈ പഴയ ഒരു ക്ലാരിറ്റി ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. പൂര നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ പലപ്പോഴും സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രം ജീവിതത്തിൽ ഉയർച്ചകൾ നേടണം എന്നാഗ്രഹിക്കുന്ന ഒരു സ്വഭാവ രീതിയുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരാളെ ആശ്രയിച്ച് കഴിയുക, മറ്റൊരാളുടെ പിന്തുണയോടുകൂടി കഴിയുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത്തരത്തിലുള്ള പിന്തുണയെ വളരെ നെഗറ്റീവായി കാണാതിരിക്കാൻ നിങ്ങൾ ഈ ഒരു വർഷം ഒന്ന് നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം പലപ്പോഴും സഹായിക്കാൻ എത്തുന്നത് പോലും കൈകടത്തൽ എന്ന നിലയിലൊക്കെ നിങ്ങൾ വ്യാഖ്യാനിക്കാറുള്ള സ്വഭാവ രീതി ഉണ്ടെങ്കിൽ ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല കഴിവുള്ള ആളുകളാണ്. ഏത് കാര്യവും ചെയ്യാനും എന്ത് ജോലി ഏറ്റെടുക്കാനും അതൊക്കെ നല്ല കഴിവുള്ള ആളുകളാണ്. പക്ഷെ പ്രശ്നം നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളൊരു പോരായ്മയുണ്ട്. ഇപ്പോൾ പ്രൊഫഷണലി ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വർക്കുകളിലൊക്കെ ആണെങ്കിലും നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന പല കാര്യങ്ങൾ പോലും എന്നെക്കൊണ്ട് പറ്റുമോ, എനിക്ക് പേടിയാണ്, എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന നിലയിൽ പറഞ്ഞുകൊണ്ട് ആ കാര്യങ്ങളെ മാറ്റിവെക്കുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളിൽ ഉണ്ടായേക്കാം. ആ സ്വഭാവം മാറ്റാൻ വേണ്ടി നമുക്ക് ഈ വർഷം ഒന്ന് പരിശ്രമിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്കൊരു കാര്യം ചെയ്യുവാൻ പേടിയുണ്ടെങ്കിൽ ആ പേടി മാറ്റാൻ ഈ ലോകത്ത് ഒരേ ഒരു കാര്യം ചെയ്താലേ പറ്റുള്ളൂ. എന്താ അറിയോ, ആ കാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കൊരു സ്ഥലത്ത് യാത്ര ചെയ്യാൻ, ഇപ്പോൾ നമുക്കൊരു സ്ഥലത്ത് ഡ്രൈവ് ചെയ്യാൻ, ഇപ്പോൾ തിരുവനന്തപുരം ടൗണിലൂടെ ഡ്രൈവ് ചെയ്യാൻ അല്ലെങ്കിൽ എറണാകുളം ടൗണിലൂടെ ഡ്രൈവ് ചെയ്യാൻ നമുക്ക് പേടിയുണ്ടെങ്കിൽ ആ പേടി മാറ്റാൻ ഒരേ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ. നമ്മൾ എറണാകുളം ടൗണിലോ അല്ലെങ്കിൽ തിരുവനന്തപുരം ടൗണിലോ ഡ്രൈവ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം മാത്രമേ അതിലുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് പേടിയുള്ള, മടിയുള്ള, ചെയ്താൽ എനിക്ക് സക്സസ് ആകുമോ, ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ഈ ഒരു 2026 നോക്കുന്നത് നല്ലതാണ്. അങ്ങനെ നോക്കിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്യുന്നത് മൂലമുള്ള ഗുണകരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയായിത്തീരും. കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ അത് ഏറ്റവും ഉയർച്ച ഉണ്ടാക്കുന്നതിന് സാധിക്കും. ഒരു കാര്യവും മറ്റുള്ളവരുടെ പിന്നാലെ നടന്ന് അവരെ ഡിസ്റ്റർബ് ചെയ്ത് ചെയ്യുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് പറ്റുന്ന കാര്യമല്ല. അതിൽ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് ദുരഭിമാനികളായിരിക്കും. കാരണം ഇപ്പം നിങ്ങളൊരു കാര്യം പറഞ്ഞു, ചിലപ്പോൾ അവരുടെ സമയക്കുറവ് കൊണ്ടായാലും അത് മറന്നുപോയാൽ നിങ്ങൾ പിന്നീട് പുറകെ നടന്ന് അത് ഓർമ്മിപ്പിക്കുക, നിർബന്ധപൂർവ്വം ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ കഴിവതും ചെയ്യാറില്ല. പക്ഷേ ചിലപ്പോൾ നമ്മൾ പല മനുഷ്യൻ്റെ കാര്യമില്ലേ, ചിലപ്പം മറന്നു പോകുന്നതിനൊക്കെയുള്ള സാധ്യതകളുണ്ട് എന്ന് നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പോകുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു. നല്ല തീരുമാനങ്ങൾ നിങ്ങൾക്ക് ഈ വർഷം സ്വയം എടുക്കുന്നതിന് സാധിക്കും. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഗുണം കിട്ടും. ഈ സൗഹൃദ ബന്ധങ്ങളിൽ നിങ്ങൾ കുറച്ച് കരുതൽ പുലർത്തണം. ഓവർ ആത്മാർത്ഥത എന്നുള്ളൊരു കാര്യം നിങ്ങളെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ വേവ് ലെങ്തിൽ തീവ്രതയിൽ പലപ്പോഴും നമുക്ക് സൗഹൃദങ്ങൾ തിരിച്ചു കിട്ടില്ല എന്നുള്ളൊരു പോരായ്മ നിങ്ങളെ സംബന്ധിച്ചുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ചിലപ്പം ഡെസ്പായി പോകും. അതാകാതിരിക്കാൻ ഈ ഒരു വർഷം ഒന്ന് നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. വെറുതെ ആവശ്യമില്ലാതെ മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇടയായിത്തീരുന്നൊരു രീതിയാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത്. അത് കഴിവതും അത്തരത്തിലുള്ള അനാവശ്യമായ ചിന്തകളിലൂടെയുള്ള മാനസിക സംഘർഷങ്ങളിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ്. നിങ്ങൾ ഉപദ്രവകാരികൾ ഒന്നുമല്ല, ആർക്കും ഉപദ്രവം ചെയ്യണമെന്നും ഒരാളെ ദ്രോഹിക്കണമെന്നും നിങ്ങൾ ചിന്തിക്കുന്ന ആളല്ല. പക്ഷേ ദേഷ്യം വന്നാൽ നിങ്ങൾ പിന്നീട് ഏതറ്റം വരെയും പോകാൻ മടി കാട്ടാത്ത ഒരു സ്വഭാവ രീതിയുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ നിങ്ങളെ കൺവിൻസ് ചെയ്ത് നിങ്ങളെ ആ താളത്തിലേക്ക് എത്തിക്കുന്നതിന് സാധിക്കും എന്ന പ്രത്യേകതയുണ്ട്. നിർബന്ധ ബുദ്ധി നിങ്ങളിൽ ഉണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾ, ചിലപ്പോൾ മറ്റുള്ളവർക്ക് സീരിയസ് എന്ന് തോന്നാത്ത ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ നിർബന്ധം പിടിക്കാറുണ്ട്. അങ്ങനെ ഒരു സ്വഭാവം രീതി ഉണ്ടെങ്കിൽ കഴിവതും നിർബന്ധ ബുദ്ധി അല്പമൊന്ന് കുറയ്ക്കാൻ വേണ്ടി നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ്. നിങ്ങൾ ഈ മറ്റൊരാളെയും
ജീവിതത്തിൽ ബുദ്ധിമുട്ടിക്കരുത് എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇപ്പോൾ അച്ഛനെ അമ്മയാണെങ്കിലോ അല്ലെങ്കിൽ സഹോദരങ്ങളെ ആണെങ്കിലോ അല്ലാതെ ഭാര്യയാണെങ്കിലോ ഭർത്താവിനെ ആണെങ്കിലോ ഒക്കെ തന്നെയും കഴിവതും ബുദ്ധിമുട്ടിക്കരുത് എന്ന് ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടല്ലെങ്കിൽ പോലും നിങ്ങൾ അപ്രകാരം ചിന്തിച്ചു കൂട്ടിക്കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി പല കാര്യങ്ങളും ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളെ സംബന്ധിച്ചുണ്ട്. നല്ല ഗംഭീരമായിട്ടുള്ള ഒരു രീതിയായിരിക്കും. നല്ല ഷാർപ്പായിട്ട് പല കാര്യങ്ങളെയും അവതരിപ്പിക്കുന്നതിന് സാധിക്കുമെന്ന പ്രത്യേകത നിങ്ങളെ സംബന്ധിച്ചുണ്ട്. അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുവാൻ ഈ 2026 ശ്രമിക്കുന്നത് നല്ലതാണ്. നല്ല ആജ്ഞാശക്തിയുള്ള ആളാണ് നിങ്ങൾ. അത് ഉപയോഗിക്കില്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ നല്ല ആജ്ഞാശക്തിയുണ്ട്. ഏത് കാര്യമാണെങ്കിലും അത് സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിക്കുന്നതിന് നിങ്ങളെ സംബന്ധിച്ച് നല്ല കഴിവുണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവരിലൊന്നും കാണാത്ത വിശേഷമായിട്ടുള്ള പല സ്വഭാവ രീതികളും ഉള്ള ആളുകളാണ്. ഏത് കാര്യമാണെങ്കിലും അത് ഏറ്റെടുത്താൽ അത് കൃത്യതയോടുകൂടി പൂർത്തീകരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളെ സംബന്ധിച്ച് ഉണ്ട്. പക്ഷേ പലപ്പോഴും ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വളരെ പ്രാധാന്യം നൽകാതെ കളയുന്ന ഒരു രീതി നിങ്ങളിലുണ്ട്. അത് ചിലപ്പോൾ ഈ ചെറിയ കാര്യങ്ങളായിരിക്കാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഗുണകരമായ രീതി വരുന്നത്. പലതരത്തിലുള്ള തടസ്സങ്ങളെയും നിങ്ങൾക്ക് ഒരുപക്ഷെ 2026 നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിന് സാധിക്കും എന്ന പ്രത്യേകത നിങ്ങളെ സംബന്ധിച്ചുണ്ട്. പലപ്പോഴും ഈ ദ്രോഹിക്കുന്ന ആളുകളോട് തന്നെ അവസാനം ഒരു സംയമനത്തോടുകൂടി സമാധാന മനസ്സോടുകൂടി സംസാരിച്ച് അതിനെ കൺവിൻസ് ചെയ്യുന്നതിനും സാധിക്കുന്ന ഒരു രീതി നിങ്ങളെ സംബന്ധിച്ചുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവ രീതി ഉണ്ടെങ്കിൽ ഈ 2026 അതൊന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാണ്. കാരണം ദേഷ്യം വന്നാൽ പിന്നെ നിങ്ങൾ പ്രവർത്തിക്കുന്നത് പലപ്പോഴും നിങ്ങൾക്ക് തന്നെ അറിയാത്ത ചില കാര്യങ്ങൾ ആയിരിക്കാം. നമ്മുടെ കഴിവിനെ ഒരാൾ വില കുറച്ച് കാണുക, നമ്മളുടെ കഴിവിനെ താഴ്ത്തിക്കെട്ടുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് അത് കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ കഴിവതും അവിടുന്ന് മാറി നിൽക്കാൻ നോക്കുന്ന ഒരു രീതിയുണ്ട്. പരാശ്രയശീലം ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവ രീതിയാണ് നിങ്ങൾക്കുള്ളത്. അതായത് കുറച്ച് പൈസ കിട്ടുമെങ്കിൽ ഒരു അടിമവേല ചെയ്തേക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ പല നല്ല അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതായി പോകുന്ന ഒരു രീതി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാം. ഈവൻ പൈസയാണെങ്കിൽ പോലും ഇനി അച്ഛനോടും അമ്മയോടും ആണെങ്കിൽ പോലും ചോദിച്ചു വാങ്ങുവാൻ മടി കാട്ടുന്ന ഒരു സ്വഭാവ രീതി, അത്ര പോലും ഒരാളെ ആശ്രയിക്കരുത് എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ്. സാമൂഹ്യപരമായി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത്. സാഹസികമായ പ്രവർത്തനങ്ങളിൽ കഴിവതും ഏർപ്പെടുന്ന ഒരു സ്വഭാവ രീതി അല്ല നിങ്ങളെ സംബന്ധിച്ചുള്ളത്. അത് അല്പം ഭയപ്പാടോടുകൂടി കാണുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളെ സംബന്ധിച്ച് ഉണ്ട്. നിങ്ങൾ എളുപ്പം പണമുണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ വളരെ ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ചിന്താഗതി നിങ്ങളെ സംബന്ധിച്ച് നല്ലതാണ്. ഈ ഒരു വർഷം അത്തരം കുഞ്ഞു കുഞ്ഞു സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി വയ്ക്കാൻ ഒന്ന് ശ്രമിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ എന്താ പറയുക, ജീവിതത്തിൽ അത്യാവശ്യ ഘട്ടത്തിൽ പൈസയ്ക്ക് വളരെ ബുദ്ധിമുട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നതിന് ഇടയായിത്തീരും. ഒരിക്കലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരരുത് എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവ രീതിയാണ്. അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ കഴിവതും മാറി നിൽക്കുന്ന ഒരു രീതിയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട്. ആളുകളുടെ ദയനീയ അവസ്ഥയിൽ മനസ്സലിയുന്നൊരു സ്വഭാവം ഉണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങളെ കബളിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സഹായമൊക്കെ ചെയ്യുന്നെങ്കിൽ അത് അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെയാണോ ആ സഹായം ലഭ്യമാകുന്നത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത് നല്ലതാണ്. 2026 നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തികമായ ചെലവുകൾ വല്ലാണ്ട് കൂടുന്ന ഒരു രീതി ഉണ്ടാകാം. അതുകൊണ്ട് കുറച്ച് പൈസയൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നല്ലതാണ്. അതേപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ആരോഗ്യപരമായി ചെറിയ ബുദ്ധിമുട്ടുകൾ തോന്നും. അത് മാനസികമായി കൂടുതൽ നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കുന്ന രീതികളിലേക്ക് വരും. പക്ഷെ നിങ്ങൾ മനസ്സുകൊണ്ട് പതറാതെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ നോക്കുക. ചെറിയ ചെറിയ വേദന ഉണ്ടാകുന്ന ചില അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് ഇടവിട്ടുണ്ടാകുന്നതിന് സാധ്യതകൾ ഉള്ള ഒരു വർഷമാണ് നിങ്ങളെ സംബന്ധിച്ച് വരാൻ പോകുന്നത്. ശ്രദ്ധയോടെ മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുക.